തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി ബി.ജെ.പിയിലേക്ക് പോയിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് മഹേശ്വരൻ നായരാണ് ബി.ജെ.പിയിൽ ചേർന്നത്. കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു മഹേശ്വരൻ നായർ. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC-യിലേക്ക് പോയപ്പോൾ കൂടെ പോയ വ്യക്തിയാണ്. ദീർഘകാലം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള നേതാവ് കൂടിയാണ് മഹേശ്വരൻ നായർ. സലിം മാലിക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം, എന്ത് കാരണങ്ങളാണിപ്പോൾ ഈ ചേരിമാറ്റത്തിന് മഹേശ്വരൻ നായരെ പ്രേരിപ്പിച്ചത്? വേണു, ഏറെ നാളുകളായി കോൺഗ്രസുമായി അകൽച്ചയിലായിരുന്നു മഹേശ്വരൻ നായർ. 3-4 വർഷമായി തന്നെ അകൽച്ചയിലാണെന്ന് പറയുന്നെങ്കിലും കഴിഞ്ഞ ഏറെ നാൾ മുൻപ് വരെ പാർട്ടി പരിപാടികളിലൊക്കെ സജീവമായിരുന്നു. പക്ഷേ കുറച്ചധികം മാസങ്ങളായി കോൺഗ്രസിന്റെ പാർട്ടി പരിപാടികളിൽ ഉൾപ്പെടെ മഹേശ്വരൻ നായർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു മഹേശ്വരൻ നായർ. പക്ഷേ അതിനിടയിലും മഹേശ്വരൻ നായർ ഈ നേതൃത്വവുമായി കൂടിയാലോചന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊടുവിൽ ഇപ്പോൾ മഹേശ്വരൻ നായർ BJP-യിലേക്ക് പോകുന്നത്. മാത്രമല്ല, പത്മജ വേണുഗോപാലിന് പിന്നാലെ തന്നെ ഈ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ലീഡറുടെ തന്നെ ഒരു അനുയായി എന്ന നിലയിൽ കൂടി ഈ വാർത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നിരവധി നേതാക്കൾ, തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ള DCC അംഗം പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയിരുന്നു. ഇതോടുകൂടി തന്നെ തലസ്ഥാനത്തെ കോൺഗ്രസിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ന് ഇപ്പോൾ മഹേശ്വരൻ നായർ കൂടി BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻപ് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ് മഹേശ്വരൻ നായർ. മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിരുന്നു മഹേശ്വരൻ നായർ. മാത്രമല്ല, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നത്. പാർട്ടിയുമായി മറ്റ് എതിർപ്പുകളൊന്നുമില്ല എന്നാണ് മഹേശ്വരൻ നായർ ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ BJP-യിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരം നഗരസഭയെ ഹൈടെക് നഗരസഭയാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിന് പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അതിന് BJP-ക്കും രാജീവ് ചന്ദ്രശേഖരനും മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ BJP-യിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് രാജ്യത്തിനുൾപ്പെടെയുള്ള കാര്യങ്ങളിലെ താല്പര്യം കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം BJP-യിലേക്ക് താൻ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത്. ഒരു സ്ഥാനമാനങ്ങളും തനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുമില്ല. സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല BJP-യിലേക്ക് എത്തുന്നതെന്നും മഹേശ്വരൻ നായർ പറയുകയും ചെയ്തു. വേണു. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.